അതിരപ്പള്ളി അമരക്കുനി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമായി പുരോഗമിക്കുന്നു. തെരച്ചിലിനായി മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളായ വിക്രമിനെയും എത്തിച്ചിട്ടുണ്ട്. സുരേന്ദ്രനെയും അങ്ങോട്ടേക്ക് എത്തിക്കും എന്നതാണ്. കണ്ടെത്തിയാൽ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ കടുവയെ മയക്കുവെടി വെക്കാനാണ് നിലവിലെ നീക്കം. സുർജിത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്, നേരത്തെ DFO വ്യക്തമാക്കിയത് ഇതുവരെ 2 ദിവസങ്ങളായിട്ട് കടുവയുടെ ദൃശ്യമൊന്നും ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല എന്നതാണ്. വനമേഖലയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല, ബന്ദിപ്പൂരിലേക്ക് അടക്കം എന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇത് ഏത് തരത്തിലേക്ക് ഇനിയിപ്പോൾ ഈ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ്? ക്യാമറയിൽ ദൃശ്യം പതിയുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. തീർച്ചയായും 2 ദിവസമായി കടുവയുടെ പ്രസൻസ് ഇല്ല എന്നുള്ള തരത്തിലാണ് വനംവകുപ്പ് പറയുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ കുങ്കിയാനെ എത്തിച്ചിട്ടുണ്ട്. അവിടെ ദൗത്യം തുടരുന്നുമുണ്ട്. അതായത് വനംവകുപ്പിൻ്റെ സംഘം, അതായത് ഡോക്ടർ അരുൺ സക്കറി അടക്കമുള്ളവർ ഈ വനത്തിനകത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനത്തിനകത്തേക്ക്, വനമല്ല, ഇത് തോട്ടം മേഖലയാണ്. ആ തോട്ടം മേഖലയിലേക്ക് അവർ പോയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനകത്ത് അത് അറിയിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുമുണ്ട്. അങ്ങനെ പരിശോധന തുടരുകയാണ്. ഒരു തോട്ടമാണ്. ഈ തോട്ടം മേഖല കേന്ദ്രീകരിച്ചാണ് നിലവിലിപ്പോൾ ഇങ്ങനെ ഈ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള അതിൻ്റെ കാഷ്ടമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പഗ്മാർക്കോ അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുണ്ടെങ്കിൽ സ്വാഭാവികമായും 2 ദിവസമായി ഇതിൻ്റെ ഒരു പ്രസൻസ് ഇല്ല എന്നുള്ളതാണ് DFO പറയുന്ന കാര്യവും. എന്തായാലും ആ ദൗത്യം തുടരുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ടോ എന്നുള്ള തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആടിനെ ആക്രമിച്ചു, അത് ഒന്നിലേറെ തവണ അത്തരത്തിലേക്ക് സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ 6ാം ദിവസമാണ്. നാട്ടുകാരുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അവർ ഇപ്പോഴും വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഈ കടുവയെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളത്. വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. ഇപ്പോൾ കടുവ എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നതിലൊക്കെ ഒരു വ്യക്തത വരികയും ചെയ്തിട്ടില്ല. കാരണം 2 ദിവസമായി ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയുന്നില്ല എന്നതാണ് DFO അല്പസമയം മുൻപ് പറഞ്ഞിട്ടുള്ളത്. രാവിലെ ലൊക്കേഷൻ പരിശോധന നടത്തിയിരുന്നു. കന്നാരംപുഴയുടെ തീരങ്ങളിൽ ഉൾപ്പെടെ സാന്നിധ്യം നിലവിൽ കാണാൻ കഴിയുന്നില്ല. ബന്ദിപ്പൂരിൽ വനമേഖലയിലേക്ക് കടുവ കടന്നു പോകാനുള്ള സാഹചര്യമുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് DFO പറഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ ഡേറ്റാബേസിലുള്ള കടുവയല്ല എന്നതും പ്രധാനപ്പെട്ടതാണ്. കർണാടക വനമേഖലയിൽ നിന്ന് എത്തിയ കടുവയാകാം ഇത് എന്നാണ് നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. സുർജിത്ത്, തുടരൂ. അനുജ, നിലവിലിപ്പോൾ ഒരു കൂടുകൂടി ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മാത്രമല്ല, നിലവിൽ ഈ പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന ജോസഫിൻ്റെ ഇവിടുന്ന് പിടിച്ച കടുവ പിടിച്ച ആടിനെ ഇരയാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ ഏതാണ്ട് തൊട്ടപ്പുറത്ത് ഒരു തോട്ടത്തിനകത്ത് ഒരു കൂട് വെച്ചിട്ടുള്ള ആ കൂടൊന്ന് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള തരത്തിലൊരു ആലോചന നടക്കുന്നുണ്ട്. ആ കൂടൊന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമമാണിപ്പോൾ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് എന്തോ ഒരു തരത്തിലുള്ളൊരു പ്രസൻസിൻ്റെ സാധ്യത ഉൾപ്പെടെയുള്ള അത്തരം ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. എന്തായാലും ആ കൂട് ആ മേഖലയിൽ നിന്ന് കൂട് ഒന്ന് മാറ്റി സ്ഥാപിക്കും. മാത്രമല്ല 3ാമത്തെ കൂട് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും. അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അരുൺ സക്കറിയ ഇവിടേക്ക് കയറി പോയിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒരു കുങ്കിയാനെ എത്തിച്ചു. എത്രത്തോളം നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്? ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം വനംവകുപ്പ് ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വനംവകുപ്പിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. തന്നെയല്ല, ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇതിനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ക്ഷുദ്രജീവിയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പിടിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ. ജനങ്ങളെല്ലാം കടുത്ത ഭീതിയിലാണ്. കഴിഞ്ഞ 6 ദിവസക്കാലമായി ഇവിടെ പലരും ഉറങ്ങിയിട്ടില്ല. കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല. അതുപോലെ തന്നെ കാർഷിക വിഭവങ്ങൾ എടുക്കേണ്ട അല്ലെങ്കിൽ വിളവെടുപ്പിൻ്റെ ഒരു കാലഘട്ടമാണ്. അതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഫോറസ്റ്റ് അധികാരികളുടെ ഒപ്പമുണ്ട്. കാരണം തന്നെയല്ല, ഇപ്പോൾ 2ാമത്തെ കുങ്കിയാനെ ഉടനെ തന്നെ എത്തും. അതുപോലെ തന്നെ ഡ്രോണിൻ്റെ സൗകര്യവും അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ആ കാര്യത്തിലുള്ളത്. എന്തായാലും ഈ തെർമൽ ഡ്രോൺ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ വന്യജീവികളുടെ പ്രസൻസ് അറിയാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ളൊരു സംവിധാനമാണ്. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിനാണ് ഇന്ന് ഊന്നൽ കൊടുക്കുന്നത്. ഈ കുങ്കിയാനകളുടെ തെരച്ചിലിനൊപ്പം തന്നെ അത്തരത്തിലുള്ള തെരച്ചിൽ കൂടി നടക്കും. ഇവിടെ ഇപ്പോൾ ആ കൂടൊന്ന് മാറ്റി സ്ഥാപിക്കുന്ന നടപടി ഇവിടെ പുരോഗമിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. മാത്രമല്ല, 3ാമത് ഒരു കൂടുകൂടി ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. ആ 3ാമത് കൂടുകൂടി എത്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രസൻസ് 2 ദിവസമായി കാണുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട് വനംവകുപ്പ്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ചില അവശിഷ്ടങ്ങളെല്ലാം തന്നെ തെരച്ചിൽ ലഭിച്ചിട്ടുണ്ട്.
എത്തിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പഗ്മാർക്ക് അടക്കമുള്ള നേരത്തെ ഉണ്ടായിരുന്നതാണ്, അതായത് 2 ദിവസമായി ഒരു പ്രസൻസ് ഇതിനകത്ത് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ആ കടുവ ഉണ്ടായിരുന്നതിൻ്റെ ആ പ്രസൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും വനംവകുപ്പിൻ്റെ തെരച്ചിൽ വളരെ സജീവമായ രീതിയിൽ തന്നെ ഇവിടെ തുടരുന്നു. ഒരു കുങ്കിയാന വിക്രമനെ ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി വരാനുള്ളത് സുരേന്ദ്രനാണ്. കോന്നി സുരേന്ദ്രൻ കൂടി ഇവിടേക്ക് വരുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും തെരച്ചിലിന് കുറച്ചുകൂടി ആക്കം കൂടുന്ന നടപടിയിലേക്ക് കടക്കും. തെരച്ചിൽ കുറച്ചുകൂടി സജീവമായ രീതിയിൽ നടക്കും, വളരെ വേഗത്തിൽ നടക്കും. ആ ഒരു ദൗത്യമാണ്, ആ ദൗത്യത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കുങ്കിയാനകളെ കൂടി ഇവിടേക്ക് എത്തിക്കുന്നത്. ഒപ്പം തന്നെ ഈ തെർമൽ ഡ്രോൺ വഴിയുള്ള ആ നിരീക്ഷണം കൂടി സാധ്യമാകുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് കടുവയുടെ സാന്നിധ്യം ഉൾപ്പെടെ തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനുജ, അമരക്കുലിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം അത് പുരോഗമിക്കുന്നു. കുംകിയാനകളെ എത്തിച്ചുകൊണ്ടുള്ള ദൗത്യമാണ് ഇന്ന് നടക്കുന്നത്. നിലവിൽ വിക്രമിനെ എത്തിച്ചിട്ടുണ്ട്, സുരേന്ദ്രനെ കൂടി മുത്തങ്ങയിൽ നിന്ന് എത്തിക്കും. കൂടാതെ തെർമൽ ഡ്രോൺ, ക്യാമറ സൗകര്യം ഉൾപ്പെടെ അവിടെയുണ്ട്. 2 ദിവസമായി കടുവയുടെ ഒരു സാന്നിധ്യവും കണ്ടെത്തിയിട്ടില്ല, ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല എന്നാണ് അല്പസമയം മുൻപ് DFO പ്രതികരിച്ചത്. ആ ദൗത്യം അവിടെ തുടരുകയാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഇനി വാർത്താമഴയുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.